Dear students, last ക്ലാസ്സുകളിൽ നമ്മൾ scientific notation, significant figures, conversion of one unit to another unit, SI units അതൊക്കെയാണ് പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലോട്ട് കിടക്കുകയാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ബോർഡിൽ എഴുതിയിട്ടുള്ളത് നോക്കുക. ലോ ഓഫ് കെമിക്കൽ combinations. You know that chemistry is the study of chemical reactions. These chemical reactions takes place according to certain laws called the laws of chemical combination. കെമിസ്ട്രിയിൽ നമ്മൾ കൂടുതലും കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസ് എങ്ങനെയൊക്കെ നടക്കും എന്നുള്ളത് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചില ലോസിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അങ്ങനെ വളരെ പണ്ട് കെമിസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ തുടക്കത്തിൽ വന്ന ചില ലോസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, 1789 ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ വന്നിട്ടുള്ള ലോസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഹൗ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കർ, കെമിക്കൽ റിയാക്ഷൻസ് നടത്തുമ്പോൾ ഏത് രീതിയിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ലോസ് ആണ്. അപ്പോൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ആദ്യത്തത്, പ്രപ്പോസ്ഡ് ബൈ ആന്റോയിൻ ലാവോസിയർ. ഓക്കെ, അടുത്തത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, പ്രപ്പോസ്ഡ് ബൈ ജോസഫ് പ്രൗസ്റ്റ്. അടുത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് ബൈ ജോൺ ഡാൾട്ടൺ. അടുത്തത് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ലോയിൽ തന്നെ പേരുണ്ട്, സയന്റിസ്റ്റിന്റെ പേര് ഗേ-ലുസാക്ക്. ഈ ഒരു ലോയും കൂടെ ഉണ്ട്, ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ, പ്രപ്പോസ്ഡ് ബൈ റിച്ചർ. ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ ഇപ്പോൾ ഇല്ല, മുമ്പ് സിലബസിൽ ഉണ്ടായിരുന്നു, ഇപ്പം അത് കാണുന്നില്ല. അപ്പം നമ്മൾ പ്രധാനമായിട്ടും NCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 4 ലോസ് ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പേരുകൾ ഒന്നുകൂടെ പറയാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ബൈ ആന്റോയിൻ ലാവോസിയർ, law of definite proportions by Joseph Proust, law of multiple proportions by John Dalton, and Gay-Lussac's law of gaseous volumes. ഓക്കെ, ശരിക്കും ഈ ലോസിൽ ഒരു ലോയും കൂടി ഇൻക്ലൂഡഡ് ആണ്, ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ ബൈ റിച്ചർ. അതിപ്പോൾ നമ്മുടെ സിലബസിലില്ല, പേര് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ലോ എന്താണെന്ന് നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് proposed by the French chemist Antoine Lavoisier in the year 1789. And you will be aware that Lavoisier is known as father of modern chemistry. Okay, ഇനി ഞാനതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ലോ ഒന്നും ആയിരിക്കില്ല അത്. ദിസ് ലോ ഈസ് പ്രപ്പോസ്ഡ് ഇൻ ദ ഇയർ 1789. ഓക്കെ, വളരെ പണ്ട് വന്നിട്ടുള്ള ഒരു ലോ ആണ്. ലോയുടെ സ്റ്റേറ്റ്മെന്റ്, മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ്. ഇനി നമുക്ക് ഫിസിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസിന്റെ അടിസ്ഥാനത്തിൽ ഇതിനൊന്ന് മാറ്റി പറഞ്ഞാൽ, ശരിക്കും ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. Law of conservation of mass states that matter can neither be created nor destroyed. ഇനി ഒരു കെമിക്കൽ റിയാക്ഷനിലോ ഫിസിക്കൽ പ്രോസസ്സിലോ നടക്കുമ്പോൾ ഈ ലോ എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ, ഇൻ ആൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി പ്രോഡക്ട്സ്. ഇൻ ആൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്ട്സ്. ഓക്കെ, അതായത് ഒരു റിയാക്ഷൻ മുഴുവനായിട്ട് നടക്കുകയാണെങ്കിൽ റിയാക്ടൻസിൻ്റെ ടോട്ടൽ മാസ് പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഐസ് ഗീവ്സ് വാട്ടർ, ഇതൊരു ഫിസിക്കൽ പ്രോസസ്സാണ്, കെമിക്കൽ പ്രോസസ്സാണെന്ന് പറയാൻ പറ്റില്ല, ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇവിടെ ടോട്ടൽ മാസ് ഓഫ് ദ ഐസ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദി വാട്ടർ ആയിരിക്കും. നമ്മളത് വേ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ബിഫോർ ദ റിയാക്ഷനും ആഫ്റ്റർ ദ റിയാക്ഷനും എത്ര ഐസ് ഉണ്ടായിരുന്നു, എത്ര വാട്ടർ ഉണ്ടായിരുന്നു, കൃത്യമായിട്ട്
വെയിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും the total mass of the reactants is equal to total mass of the products. ഓക്കെ, അപ്പോൾ ഈ ലോ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ലാൻഡോർപ്പ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, he studied a reaction between sodium chloride and AgNO3. A reaction between sodium chloride and silver nitrate. You know that this is a precipitation reaction. When NaCl react with AgNO3, we will get AgCl. AgCl is a white precipitate plus NaNO3. AgCl plus NaNO3. This is what we are getting. AgCl as a white precipitate. This is a precipitation reaction. So what Landor did was, he weighed the amount of sodium chloride and silver nitrate before the reaction in a particular tube. The reactants were taken in a particular tube known as Landor tubes, and after the reaction also he weighed the amount of AgCl and NaNO3, and it was found that the amount of the reactants before reaction was equal to the amount of the products after the reaction. Okay, practically there was no change in the weights. അപ്പോൾ ഈ റിയാക്ഷൻ ചെയ്തിട്ട് സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും തമ്മിലുള്ള റിയാക്ഷൻ ചെയ്യുന്നു. ഇതൊരു പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷനാണ്. പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിയാക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ അടിഞ്ഞു വരുന്ന അവക്ഷിപ്തം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതിനെയാണ് നമ്മൾ പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറയുക. അപ്പം ഇങ്ങനെ ഒരു പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ നടക്കുന്നതിന് മുന്നേ റിയാക്ടൻസ് എടുത്തു വെച്ചു. ലാൻഡ്ലോർപ്പ് ട്യൂബ് എന്ന് പറയുന്ന ട്യൂബിൽ റിയാക്ടൻസ് എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് വെയ് ചെയ്തു. പ്രോഡക്റ്റ് ഉണ്ടായ ശേഷവും വെയ് ചെയ്തു. അപ്പം രണ്ട് കേസിലും റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് രണ്ടിൻ്റെയും വെയ്റ്റ്സ്, ബിഫോർ റിയാക്ഷൻ റിയാക്ടൻ്റെ വെയിറ്റ്, ആഫ്റ്റർ റിയാക്ഷൻ പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് പ്രാക്ടിക്കലി വലിയ വ്യത്യാസമില്ലാത്തത് പോലെ മനസ്സിലായി. ഓക്കെ, നമ്മൾ മെഷർ ചെയ്യുമ്പോഴുള്ള ചെറിയ വ്യത്യാസമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അതൊക്കെ നമ്മൾ അങ്ങനെ കണക്കാക്കില്ല. അപ്പോൾ ടോട്ടലി there was no much change. ഓക്കെ, അങ്ങനെ ഇതിനെ പ്രൂവ് ചെയ്തു. എന്നാൽ പോലും നമുക്കറിയാം ഈ ലോ വന്ന തുടക്കത്തിൽ, ഈ ലോ വന്ന സമയം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഇയർ 1789. ആ സമയത്ത് നമുക്ക് നമ്മുടെ സയൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അന്ന് ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒന്നും നമുക്ക് പരിചയമില്ല. നിങ്ങൾക്കറിയാം എന്താണ് ന്യൂക്ലിയർ റിയാക്ഷൻസ്, ന്യൂക്ലിയർ കെമിസ്ട്രി, റേഡിയേഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻസ് ഒക്കെ ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് there will be a small change in the mass of the products compared to mass of the reactants. പക്ഷേ അത്തരം റിയാക്ഷനുകളെ പറ്റി നമ്മുടെ ഈ ലാവോസിയറിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് അറിവില്ലായിരുന്നു. അപ്പോൾ ഈ ലോ പൂർണ്ണമായിട്ടും കറക്റ്റാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴും കറക്റ്റ് തന്നെയാണ്. പക്ഷേ ന്യൂക്ലിയർ റിയാക്ഷൻസിൻ്റെ ഒക്കെ കാര്യത്തിൽ 100% കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് പ്രോഡക്ട്സിൻ്റെ വെയിറ്റ് റിയാക്ടൻ്റെ വെയിറ്റിനേക്കാളും കുറച്ച് കുറയും. ആ മാസ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ E ഈസ് ഈക്വൽ ടു mc² എന്ന് പറയുന്ന പ്രസിദ്ധമായ ഐൻസ്റ്റീൻ ഇക്വേഷൻ അനുസരിച്ച് അവിടുത്തെ ആ ഡിഫറൻസ് ഇൻ മാസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? അവിടുത്തെ ഡിഫറൻസ് ഇൻ മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ E ഈക്വൽ ടു mc². ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ലോ പറയുക ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് എനർജി എന്നാണ്. ഓക്കെ, എന്താണ്? ഇൻ ദ മോഡേൺ വ്യൂസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഈസ് റീനെയിംഡ് ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് എനർജി. അവിടെ എന്താ പറയാൻ പറ്റുക നമുക്ക്? ദ മാസ് ആൻഡ് എനർജി ആർ ഇന്റർ കൺവേർട്ടിബിൾ ബട്ട് ദ ടോട്ടൽ mass and energy during any physical or chemical change remains constant. Okay,
അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് എനർജി എന്നാണ് നമ്മൾ പറയുക. അതെങ്ങനെ പറയാം? ദ മാസ് ആൻഡ് എനർജി ആർ ഇന്റർ കൺവേർട്ടിബിൾ ബട്ട് ദ ടോട്ടൽ സം ഓഫ് ദ മാസ് ആൻഡ് എനർജി ഡ്യൂറിങ് എനി ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ച് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി എക്സാമിന് ഈ ലോ എങ്ങനെയാണ് ചോദിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയും സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഹു പ്രപ്പോസ് ദ ലോ, അങ്ങനെയൊക്കെ ചോദിക്കാം. അതല്ലെങ്കിൽ ഇതുപോലൊരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് കൃത്യമായിട്ട് ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ 3.4, ഇവിടെ 3.6, രണ്ടും കൂടെ കൂടി ഇപ്പോൾ 10 ഗ്രാം ആയില്ലേ? ഇത്ര ഗ്രാമാണ്. ഇവിടെ നമുക്കിത് 2.2 ആണ്, ഇവിടെ 7.80 ഗ്രാമാണ്. അവിടെ അപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് കൂട്ടുമ്പോൾ 10 തന്നെ കിട്ടും. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡാറ്റ തന്നിട്ട് വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് നമ്മൾ പഠിച്ച ഏത് ലോ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ പ്രകടമാവുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയണം ഇറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ destroyed in all physical and chemical changes. The total mass of the reactants is equal to total mass of the products. ഓക്കെ, അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇനി നമ്മൾ രണ്ടാമത്തെ ലോയിലോട്ട് കിടക്കുകയാണ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. രണ്ടാമത്തെ ലോ എന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. ഓക്കെ, ജോസഫ് പ്രൗസ്റ്റ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെയാണ് ആ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ വേറൊരു പേരാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ഓർ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. ഓക്കെ, ജോസഫ് പ്രൗസ്റ്റ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴേ ചിലപ്പോൾ ഇങ്ങനെ പഠിക്കാം, ലാവോസിയസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, പ്രൗസ്റ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അങ്ങനെ പഠിച്ചാൽ സയന്റിസ്റ്റിന്റെ പേരും കൂടെ അതിൽ തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്, പേര് സെപ്പറേറ്റ് പഠിക്കണ്ട. ഓക്കെ, ഇനി എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് നോക്കുക. It states that a given compound always contains exactly the same proportion of elements by weight. ഒന്നുകൂടെ പറയാം. It states that a given compound always contains exactly the same proportion of elements by weight. അതായത് ഇപ്പോൾ വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് അല്ലേ, നമുക്ക് വാട്ടർ പല സോഴ്സസ് നിന്ന് കിട്ടും. കുളത്തുനിന്ന് കിട്ടും, പുഴയിൽ നിന്ന് കിട്ടും, സീന്ന് കിട്ടും അല്ലെ. അതുപോലെ വാട്ടർ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, ഇന്ത്യയിൽ മാത്രമല്ലല്ലോ വെള്ളമുള്ളത്. അപ്പോൾ വാട്ടർ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം മെനി സോഴ്സസ് ലൈക്ക് വെൽ, റിവർ, ലേക്ക്, സീ എക്സെട്ര ഓർ ഇൻ എനി കൺട്രി, ഇന്ത്യ, റഷ്യ, അമേരിക്ക എക്സെട്ര. ബട്ട് ഇറ്റ് ഈസ് ആൾവേസ് മേഡ് അപ്പ് ഓഫ് ഓൺലി ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. എവിടുത്തെ വെള്ളമാണെങ്കിലും അതിൽ ഹൈഡ്രജനും ഓക്സിജനും മാത്രം തന്നെയാണ് ഉണ്ടാവുള്ളൂ. ഇന്ത്യയിലെ വെള്ളമാണെങ്കിലും അമേരിക്കയിലെ വെള്ളമാണെങ്കിലും ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടുഗദർ ഇൻ ദ സെയിം ഫിക്സഡ് റേഷ്യോ അല്ലേ. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അതിൻ്റെ മാസ് റേഷ്യോ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും മാസ് റേഷ്യോ ആണ് പറയാം, നമ്പർ റേഷ്യോന് അത്ര പ്രാധാന്യമില്ല. അപ്പോൾ നമ്പർ റേഷ്യോ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. മാസ് റേഷ്യോ എടുക്കുമ്പോൾ 2 ഹൈഡ്രജൻ്റെ മാസ് 2, 1 ഓക്സിജൻ്റെ മാസ് 16 അല്ലേ. AMUലുള്ള അറ്റോമിക് മാസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇത് 2, ഇത് 16. സോ വാട്ട് ഈസ് ദി മാസ് റേഷ്യോ ഇൻ വിച്ച് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ കമ്പൈൻഡ് ഇൻ വാട്ടർ? 1:8. അനദർ എക്സാമ്പിൾ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. എല്ലാ കോമ്പൗണ്ടിൻ്റെ സ്ഥിതിയും ഇത് തന്നെയാണ്. ചില എക്സാമ്പിൾസ് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ചില കോമ്പൗണ്ടുകളെ വെച്ച് എക്സാമ്പിൾസ് പറയുന്നു എന്ന് മാത്രം. കാർബൺ ഡൈ ഓക്സൈഡ്, യു നോ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രസന്റ് ഇൻ എയർ. It can be prepared in the laboratory,
when we heat CaCO3, limestone, calcium carbonate, we will get carbon dioxide. അങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്താലും കാർബൺ ഡൈ ഓക്സൈഡിൽ ഈ 2 എലിമെന്റ്സേ ഉള്ളൂ, കാർബണും ഓക്സിജനും. ഓക്കെ, ഇനി ആദ്യത്തെ മാസ് റേഷ്യോ, കാർബണിന്റെ മാസ് 12, ഓക്സിജൻ മാസ് എത്രയാണ്? 32. 12:32. 2 ഓക്സിജൻ വരുമ്പോൾ 16 × 2 32. ഒരു കാർബണിന്റെ വെയിറ്റ് 12 AMU. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദി mass ratio in which carbon and oxygen are combined in carbon dioxide? 12:32. ഇതിന് നമുക്ക് ഈ റേഷ്യോ ഒന്ന് ചെറുതാക്കി എഴുതാൻ പറ്റും. അപ്പം എത്ര വരും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. therefore 3:8. ഓക്കെ, അപ്പോൾ എന്താണ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ഓർ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ which is proposed by Joseph Proust? A chemical compound is always found to be made up of the same elements combined together in the same fixed proportion by mass. Okay. അപ്പോൾ നമ്മൾ ഇന്ന് 2 ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ് പഠിച്ചത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇവിടെ ഇതുപോലെ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് in water hydrogen and oxygen are combined in the mass ratio 1:8. State the law of chemical combination. അങ്ങനെ എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ വാട്ടറിൻ്റെയോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയോ വേറെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് എക്സാമ്പിൾ തന്നിട്ട് ഇങ്ങനെ പറയും, ഇൻ വാട്ടർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ കമ്പൈൻഡ് ഇൻ ദ മാസ് റേഷ്യോ 1:8. വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ എബവ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. ഇറ്റ് ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. ആൻഡ് ഹൂ പ്രപ്പോസ്ഡ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ജോസഫ് പ്രൗസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ജോസഫ് പ്രൗസ്റ്റ്. 1799 പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ എ ലോ ഓഫ് ഓൾ ടൈംസ്. പഴയ കാലത്തെ ഒരു ലോ തന്നെയാണിതും. 1799 പ്രപ്പോസ് ചെയ്തായിട്ട് പറയുന്നത്. ഇൻ ദ സ്റ്റേറ്റ്മെന്റ്, എ കെമിക്കൽ കോമ്പൗണ്ട് ഈസ് ആൾവേസ് ഫൗണ്ട് ടു ബി മെയ്ഡ് അപ്പ് ഓഫ് ദ സെയിം എലിമെന്റ്സ് കമ്പൈൻഡ് ടുഗദർ ഇൻ ദ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അപ്പോൾ ഇനി നമുക്ക് 2 ലോയും കൂടെ പറയാനുണ്ട്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ഗേ-ലൂസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയംസ് അല്ലെങ്കിൽ ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണ്. ബൈ. താങ്ക് യു.